2015 വരെ കേട്ട കാര്യമാണ് കേട്ടോ, നമ്മളെ സ്കൂളിന് നല്ല കെട്ടിടം കിട്ടും, ഹയർ സെക്കൻഡറി വരുമെന്നൊക്കെ. അപ്പോൾ ഇതാ ഇത്രയും വർഷങ്ങൾക്കിപ്പുറം 2025 അത്രയും പേരുടെ ആ വലിയൊരു സ്വപ്നം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിന് നല്ല ഒരു കെട്ടിടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ് കേട്ടോ ഇന്ന്. നമ്മൾ പഠിച്ച സ്കൂളിനും നാട്ടിനും ഇത്രയും വലിയൊരു സന്തോഷമുള്ളൊരു ദിവസം വരുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥിയായി നമ്മൾ പോവണ്ടേ? നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായും പോകണം. അങ്ങനെ ഞാൻ പോയി കുറച്ച് നേരം പ്രോഗ്രാമുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ ഗ്രൗണ്ടിലേക്കൊന്ന് പോയി പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാമല്ലോ. അങ്ങനെ ഞാൻ കുറച്ചു നേരം ആ ഗ്രൗണ്ടിലൂടെ എങ്ങനെ നടന്നു കേട്ടോ. അന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലേ, സ്കൂളിൽ വരണ്ടായിരുന്നു, അല്ലെങ്കിൽ പഠിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസ് വരുമ്പോൾ എന്തിനാ ഈ എക്സാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ നമ്മുടെ അധ്യാപകർ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, ഇന്ന് നിങ്ങൾ ഇതിനകത്ത് കയറാൻ മടിക്കുന്നു, പക്ഷേ നാളെ നിങ്ങൾ പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഇതിനകത്ത് ഒരു ദിവസം കയറാനായിട്ട് നിങ്ങൾ കൊതിക്കുന്ന ദിവസം വരും. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അനുഭവം ഉള്ളവർ കമൻറ്റ് ചെയ്യണേ. വീണ്ടും നമ്മൾ ഇവിടേക്ക് വന്ന് ഇതൊക്കെ കാണുമ്പോൾ, ആസ്വദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ചിന്ത വരും, നമ്മൾ കുഞ്ഞായിരുന്നാൽ മതിയായിരുന്നു, വലുതാവണ്ടായിരുന്നു എന്നൊക്കെ. കാരണം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തോന്നും വലുതായിരുന്നെങ്കിൽ. വലുതായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ലൈഫ് എന്നൊക്കെ. അപ്പോൾ കുറച്ച് നേരം ആസ്വദിക്കാൻ കിട്ടിയ സമയം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. നമ്മുടെ പഴയ കാലങ്ങളും പഴയ ക്ലാസ് മുറികളും ഒക്കെ. അപ്പോൾ സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.